ഹായ് ഹലോ എല്ലാവർക്കും ഷെരീസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു പപ്പായ കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയാലോ? പഴുത്ത പപ്പായ അല്ല, എന്നാൽ പച്ചയായിട്ടുള്ള പപ്പായ അല്ല, ഇടത്തരം പപ്പായ ഇല്ലേ, അത് കണ്ടേക്കുന്നത് ചെറുതായിട്ട് മഞ്ഞ നിറം വന്നു തുടങ്ങിയ പപ്പായ ഗ്രേറ്റ് ചെയ്തത്. അതൊരു 2.5 കപ്പോളം പപ്പായ ഉണ്ട് കേട്ടോ, വലിയൊരു 2 വലിയ കപ്പോളം ഉണ്ട്. പിന്നെ പഞ്ചസാര 1 കപ്പ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് മതി, ഒരു 10 എണ്ണം വീതം, അത്ര മതി. പിന്നെ നെയ്യ് 2 ടേബിൾ സ്പൂൺ, പാല് ആവശ്യത്തിന്, ഇത്രയാണ് വേണ്ടത്. പാൽ ഏകദേശം ഒരു 200 ml ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമുക്ക് ഈ പപ്പായ ഗ്രേറ്റ് ചെയ്തിടാം. ഈ പപ്പായ പാലിൽ വേവുന്ന ഒരു സമയമുള്ളൂ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ ക്യാരറ്റ് ഹൽവ കഴിക്കില്ലേ, അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിന്. പപ്പായ, കർമുസുങ്ക, അങ്ങനെ നമ്മൾ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഹെൽത്തി സാധനം ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. പച്ചക്കായാലും പഴുത്തതായാലും ഒക്കെ നമുക്ക് കഴിക്കാം. നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഇത് വെള്ളം ഒന്ന് ഫുൾ ഇതിൽ വെച്ചിട്ടേ, ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പാലൊഴിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പാലൊഴിക്കാം. പാൽ ഞാനൊരു 200 ml പാല് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആ പാല് വറ്റുമ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം. ജസ്റ്റ് എല്ലായിടത്തും പാല് വറ്റണമല്ലോ, അപ്പം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അടച്ച് വെച്ച് വേവിക്കാം, അല്ലാണ്ട് വേവിക്കാം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ദേ പാലൊക്കെ വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടോ, ഇത് കുറച്ച് നല്ല മധുരമുണ്ട്. ഈ പപ്പായ കൊണ്ടുണ്ടാക്കിയതാണ് നമുക്ക് തോന്നില്ല, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് ഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, ബാക്കിയെല്ലാം പട്ടപ്പട്ടയിൽ നമുക്ക് ചെയ്യാം. കാരണം ഇത് പാലിൽ വെന്ത് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കത്തൊന്നുമില്ലല്ലോ. ഇപ്പം പഞ്ചസാര ഫുൾ വെള്ളമായി, കണ്ടോ, അത് ഫുള്ള് അലിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ പഞ്ചസാരയുടെ ആ വെള്ളം ഫുള്ള് വറ്റി കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ചേർക്കാം. ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അതും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് ഹൽവകൾ ഒക്കെ ഇഷ്ടമാണല്ലേ. അപ്പോൾ ഈ പപ്പായ ഹൽവ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാം. പപ്പായ കൊണ്ട് ഒരു കുറച്ച് വിഭവങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 3/4 ഭാഗവും പഞ്ചസാര വറ്റി കേട്ടോ. അപ്പം ഞാനതിലേക്ക് നെയ്യ് ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ്. ആ നെയ്യ് ഫുൾ അതിൽ പറ്റാൻ വേണ്ടി ജസ്റ്റ് അത് ആ സ്പൂണിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കുകയാണ് കേട്ടോ ഞാൻ. ഓക്കെ, നന്നായിട്ട് ഇളക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലായിടത്തും പറ്റണമല്ലോ. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്ക്
ചേർക്കാം. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ, ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. മുന്തിരിങ്ങ അതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാം നമുക്ക്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇങ്ങനെ വെക്കുക, എന്നിട്ടൊരു കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഇളക്കിയാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ പപ്പായ ഹൽവ റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത